എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഗ്രാജുവേഷൻ എക്സാം ആയിരിക്കും കാണിക്കുക. എല്ലാവരും എക്സാം ഒക്കെ എഴുതി പെൻസിലൊക്കെ താഴെ വെച്ച് വീണ്ടും ക്ലാസ്സിലേക്ക് വരാണ്. ഇവാബെ അവൻ ഡെങ്കിയോടും ഷിക്കടയോടും പറയും, താങ്ക് യു സോ മച്ച്. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ആൻസർ ഷീറ്റ് അത് കിട്ടില്ലായിരുന്നു. അത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എക്സാം എഴുതിയത്. ഉടനെ ബൊറൂട്ടോ അവൻ ഷോക്കായിട്ട് ചോദിക്കും, നിങ്ങൾ എന്താ ഈ പറയണേ? ആൻസർ ഷീറ്റ് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ചീറ്റിംഗ് ചെയ്ത് ജയിക്കാൻ പാടില്ല. അത് ശരിക്കും ബാഡാണ്. അപ്പോഴായിരിക്കും ഷിക്കട പറയാ, നീ മാസ്റ്റർ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ആരാണോ ടാറ്റിക്സ് ഉപയോഗിച്ച് വളരെ ക്രൂക്കഡ് മൈൻഡിൽ എക്സാം എഴുതി കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ് ഇതിൽ ജയിക്കുക എന്ന്. സോ മാസ്റ്റർ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ബൊറൂട്ടോ ആണെങ്കിൽ അതൊക്കെ കേട്ടങ്ങനെ വണ്ടടിച്ചിരിക്കും. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനെ ക്ലാസ് റെപ്പ് ചോദിക്കും, അപ്പൊ നീ നന്നായിട്ട് എക്സാം എഴുതിയില്ലേ? ഉടനെ ബൊറൂട്ടോ, എക്സാം ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് എഴുതി, അതില് ടെൻഷൻ ഒന്നുമില്ല. ഉടനെ മെറ്റല്ലി പറയും, അടുത്തതായിട്ട് പ്രാക്ടിക്കൽ എക്സാം ആണ്. ആ എക്സാമില് ഞാൻ അടിച്ചു പൊളിക്കും. എന്റെ റിയൽ പവർ എന്താണെന്ന് എല്ലാവർക്കും മുൻപിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവനിപ്പോ വമ്പൻ ആക്ഷനൊക്കെ ഇടാൻ തുടങ്ങും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആവേശാവും. ഞാനും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി ഓൾറെഡി റെഡിയാണ്. കട്ട് ചെയ്താ ഇവിടെ ഷിനോ മാസ്റ്റർ ആളാണെങ്കിൽ ബൊറൂട്ടോയുടെ പേപ്പർ ചെക്ക് ചെയ്യാണ്. ബൊറൂട്ടോയ്ക്ക് 100-ൽ 100 മാർക്ക്. ഷിനോ മാസ്റ്റർ അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ ഇപ്പൊ ലോർഡ് കാക്കാഷി അദ്ദേഹവും അവിടേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് അവരാണെങ്കിൽ ജൂനിയർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഡെങ്കി ഉടനെ അവന്റെ സീലിംഗ് പവർ അത് ഇവാബയ്ക്ക് നേരെ 1-2 വട്ടം ട്രൈ ചെയ്യും. പക്ഷെ ഇവാബെ അവൻ ക്യാഷ്വലായിട്ട് അത് രണ്ടും ബ്രേക്ക് ചെയ്ത് കളയാണ്. ഇവാബെ ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് വന്ന് ഡെങ്കിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. നീ എന്റെ നേർക്കാണോ നിന്റെ സീലിംഗ് ചിപ്സ് ഉപയോഗിക്കുന്നേ? അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് വളരെ രസമായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോഴായിരിക്കും ഷിനോ, ആൻഗോ, കൊനഹമാരു അവർ 3 പേരും എക്സാം കണ്ടക്ട് ചെയ്യാൻ അവിടേക്ക് വരിക. അവർ 3 പേരും ഇപ്പൊ എക്സാമിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ആദ്യമായിട്ട് എല്ലാവർക്കും ഓരോ ഹെഡ് ബാൻഡ് കൊടുക്കും. മാസ്റ്റർ പറയും, ആരാണോ എക്സാമിൽ ഫെയിൽ ആവുന്നത് അവരുടെ എല്ലാവരുടെയും ബാൻഡ് ഞങ്ങൾ അഴിച്ചു മേടിക്കും. നിങ്ങളുടെ എക്സാം അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ 3 പേരുടെയും നെഞ്ചില് ഓരോ റൗണ്ട് ഉണ്ട്. അത് കറക്റ്റായിട്ട് തകർക്കുക എന്നതാണ് നിങ്ങളുടെ ടാസ്ക്. അങ്ങനെ ആരൊക്കെ തകർക്കുന്നോ അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ ഒരു എക്സാമിൽ ആരൊക്കെ ജയിക്കുന്നു ആരൊക്കെ തോൽക്കുന്നു എന്ന് തീരുമാനിക്കുക. അപ്പോഴായിരിക്കും വമ്പനൊരു ടെസ്റ്റുമായിട്ട് ഇപ്പൊ സാക്ഷാൽ കാക്കാഷി അദ്ദേഹം അവിടേക്ക് വരിക. കാക്കാഷി പറയും, ഞാനാണ് ഈ എക്സാമിന്റെ പ്രോക്ടർ. അത് കേട്ട് സ്റ്റുഡൻസും ബൊറൂട്ടോയും എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്കാവും. കാരണം കാക്കാഷി മാസ്റ്റർ ആള് വളരെ സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹമാണ് പ്രോക്ടർ എങ്കിൽ അത്ര എളുപ്പത്തിൽ എക്സാം ജയിക്കാൻ കഴിയില്ല. പക്ഷെ ഇവാബയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. 12ാമത്തെ വയസ്സിൽ ഗ്രാജുവേഷൻ എക്സാം പാസ്സായ ആളാണ് സാക്ഷാൽ കാക്കാഷി മാസ്റ്റർ. അതുപോലെ തന്നെ നിഞ്ച വാർ അതില്ലാതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ വലിയ കോൺട്രിബ്യൂഷൻസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാക്കാഷി പറയും, 24 മണിക്കൂറും ഞാൻ നിങ്ങളെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക. ഷിനോബിക്ക് വേണ്ട യോഗ്യത അത് നിങ്ങൾക്കില്ല എങ്കിൽ ആദ്യം നിങ്ങളെ അടിച്ചോടിക്കാൻ പോകുന്നത് അത് ഞാനായിരിക്കും. അത് കേട്ട് വീണ്ടും ഇപ്പൊ സ്റ്റുഡൻസിന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടാനായിട്ട് തുടങ്ങും. കാക്കാഷി മാസ്റ്റർ ഇപ്പൊ ഒരു ബെല്ലെടുത്ത് കാണിക്കും. ഈ ബെല്ല് അതാരെടുക്കുന്നോ അവരായിരിക്കും എക്സാമിൽ ജയിക്കുക. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ ആവേശം കൂടി വരും. അവന് മത്സരിക്കാനായി ഭയങ്കരമായിട്ടൊരു എനർജി അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഉടനെ ഷിക്കട അവൻ ചോദിക്കും, ഇതൊരു ബെല്ലല്ലേ ഉള്ളൂ, സോ ഈ ഒരു ബെല്ല് ഒരാൾക്ക് മാത്രമല്ലേ സ്വന്താക്കാൻ കഴിയൂ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമിൽ ഒരാൾക്ക് മാത്രമേ പാസ്സാകാൻ കഴിയോ? അതിന് കാക്കാഷി പറയും, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു എക്സാമിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത്. അടുത്ത വർഷം കുറച്ചുകൂടെ നന്നായിട്ട് ട്രെയിനിങ് എടുത്ത് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ നിങ്ങൾ ജയിക്കുമായിരിക്കും. അത് കേട്ട് ബൊറൂട്ടോ അവനാണെങ്കിൽ ടെൻഷനാവും. ഒരു കാരണവശാലും മാസ്റ്റർ ഞങ്ങളുടെ പവറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ പവർ എന്താണെന്ന് ഉറപ്പായിട്ടും ഈ ഒരു എക്സാമോട് കൂടെ നിങ്ങൾ മനസ്സിലാക്കും. ഉടനെ കൊനഹമാരു പറയും, ഞങ്ങൾ 3 പേരും ലോർഡ് 6ന് ബോഡി ഗാർഡ് ആയിട്ടായിരിക്കും ഈ ഒരു എക്സാമിൽ നിൽക്കുക. സോ ഞങ്ങൾ 3 പേരെയും തോൽപ്പിച്ചും മറികടന്നും വേണം നിങ്ങൾ ലോർഡ് 6ന്റെ അടുത്തേക്ക് പോയി ആ ഒരു ബെല്ല് സ്വന്തമാക്കാൻ. ഓൺ യുവർ മാർക്ക് സെറ്റ് ഗെറ്റ് ഗോ എന്ന് പറയേണ്ട താമസം ബൊറൂട്ടോ അവന്റെ കയ്യിലുള്ള കത്തികള് അതിപ്പോ കാക്കാഷി മാസ്റ്റർക്ക് നേരെ പുറഞ്ച വലിച്ചെറിയും. പക്ഷെ അത് കാക്കാഷി മാസ്റ്റർ അല്ല, വെറും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സും ആണ്. അടുത്ത സെക്കൻഡ് മാസ്റ്റേഴ്സ് 4 പേരും അവർ 4 പേരും അവിടുന്ന് ഡിസപ്പിയർ ആവും. അവരുടെ തൊട്ടു പിന്നാലെ സ്റ്റുഡൻസ് എല്ലാവരും അച്ചരം പൊച്ചരം ഓടുകയാണ്. ഷിക്കഡായി ടീം അവര് മാത്രം അങ്ങനെ പകച്ചു നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഹോക്കിന്നും
എൻകോ എന്നും പേരുള്ള 2 പേര്. അവരാണെങ്കിൽ സ്റ്റുഡൻസിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് മരത്തിന് മുകളിൽ കയറിയിരിക്കുകയാണ്. മെറ്റല്ലയും ബൊറൂട്ടോയും ഇവാബയും അങ്ങനെ എല്ലാ സ്റ്റുഡൻസും ഒരുപാട് ആവേശത്തോടു കൂടെ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി ഓടും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാറുടെ ടീമിനെ കാണിക്കും. സാറുടെ പറയും ആകെ മൊത്തം ഒരേ ഒരു ബെല്ല് മാത്രമേ ഉള്ളൂ. ആകെ മൊത്തം ഒരേ ഒരു ബെല്ല് മാത്രമേ ഉള്ളൂ. അതാരെടുക്കുന്നോ അവർ മാത്രമേ ജയിക്കൂ. സോ നമ്മളെല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ അതെടുക്കാൻ കഴിയൂ. ബൊറൂട്ടോ ക്യാഷ്വൽ ആയിട്ട് പറയും ഇത്രയും സീരിയസ് ആയിട്ടൊന്നും ഇത് കാണേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ കൂളായിട്ട് നിന്നാ മതി. മീറ്റ്സിയ പറയും നമ്മളെല്ലാവരും ഇപ്പൊ കാട്ടിലൂടെ അവരെ അന്വേഷിച്ച് പോവാണ്. പക്ഷെ ഷിക്കയുടെ ടീം അവരിപ്പോഴും മത്സരം എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ അവരെവിടേക്കും പോയിട്ടില്ല. കട്ട് ചെയ്ത ഇവിടെ ഷിക്കയുടെ ടീം അവരാണെങ്കിൽ ഡിവൈസിലൂടെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഷിക്കട പറയാ ഞാൻ ഓൾറെഡി ഒരു ട്രാക്കിംഗ് ഡിവൈസ് അത് കാക്കാഷി മാസ്റ്ററുടെ ബോഡിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു. സോ നമ്മൾ വെറുതെ എനർജി കളയേണ്ട ആവശ്യമില്ല. ഇതുപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് മാസ്റ്ററെ കണ്ടുപിടിക്കാം. അപ്പൊ ആ ഒരു ഡിവൈസ് അതവരുടെ തൊട്ടടുത്തേക്ക് വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും. ചോച്ചോ ആണെങ്കിൽ അവളുടെ പാർഷ്യൽ എക്സ്പെൻസീവ് സ്റ്റൈല് അതുപയോഗിച്ച് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. അവർ ചുറ്റും നോക്കും. അപ്പോൾ ഈച്ച അവർക്കടുത്തേക്ക് പറന്നു വരും. അതിന്റെ ബോഡിയിൽ ചിക്കട കണക്ട് ചെയ്ത് വെച്ച ആ ഒരു ഡിവൈസ് കാണും. കാക്കാഷി മാസ്റ്റർ അവരുടെ ഐഡിയ അവരുടെ ആ ഒരു ടെക്നിക്ക് അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും ടീമും അവരിപ്പോ ഒരേ മരത്തിനും ചുറ്റും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ആങ്കോ മാസ്റ്റർ ആണ് ഗെൻജിപ്സ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഉടനെ ഷിക്കട അവനവന്റെ ഷാഡോ പവർ വെച്ച് ആൻഗോ മാസ്റ്ററിനെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അടുത്ത സെക്കൻഡ് ആങ്കോ മാസ്റ്റർ ആളുടെ പവർ ഉപയോഗിച്ച് അവരെ മുഴുവൻ ഇട്ടിച്ച് തകർക്കാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് കൊനഹമാരു അവനും സ്റ്റുഡൻസിനെ എല്ലാവരെയും തല്ലി തകർത്ത് താഴെയിടും. നിങ്ങൾ ആക്ച്വലി എന്താ കരുതിയേ ഈ എക്സാം ഇത്രയും എളുപ്പമായിരിക്കുമെന്നോ? ഒരിക്കലുമല്ല. ഇത് മെയിൻ എക്സാം ആണ്. ഇതിൽ നിങ്ങൾ പാസ്സാവണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. മറ്റൊരു ഭാഗത്ത് മെയ്ച്ചിയും ബൊറൂട്ടോയും അവരിപ്പോ ഒറ്റക്കെട്ടായി മാസ്റ്ററിനെ അന്വേഷിച്ച് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കൊനഹമാരു ചാടി അവരുടെ മുൻപിലേക്ക് വരും. പക്ഷെ അവർ 2 പേരും ചേർന്ന് കോമ്പിനേഷൻ അറ്റാക്ക് ഉപയോഗിച്ച് കൊനഹമാരു പോലും പ്രതീക്ഷിക്കാതെ ആളെ അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ കൊനഹമാരു ആള് വിട്ടുകൊടുക്കാതെ ചാടി എഴുന്നേക്കും. അതിനുശേഷം വീണ്ടും ബൊറൂട്ടോ ആയിട്ട് ഒരിഞ്ഞ അട്ടയിടി ബഹളം. അടുത്ത സെക്കൻഡ് ബൊറൂട്ടോ അവൻ മീറ്റ്സിയുടെ കൈ പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഓടും. കൊനഹമാരു ചോദിക്കും ബൊറൂട്ടോ എന്തു പറ്റി? എന്താ ഉണ്ടായേ? നീ എന്താ എന്നോട് ഫൈറ്റ് ചെയ്യാത്തെ? അതിന് ബൊറൂട്ടോ അവൻ വിളിച്ചു പറയും ഇതെന്റെ മറ്റൊരു ടാറ്റിക്സ് ആണ്. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാര് തൊട്ടു മുൻപില് റെഡി ആയിട്ട് നിൽപ്പുണ്ടെന്ന് പറയും. അത് കേട്ട് കൊനഹമാരു അവൻ മുൻപോട്ട് നോക്കും. അവന്റെ മുൻപിൽ നിൽക്കുന്നത് മറ്റാരുമല്ല സാറുടെയും ടീമും. അടുത്ത സെക്കൻഡ് സാറുടെയും കൊനഹമാരുവും അവർ 2 പേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ മീറ്റ്സിയും ബൊറൂട്ടോയും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മീറ്റ്സിയ ചോദിക്കും ബൊറൂട്ടോ നീ എങ്ങനെയാണ് ആകാശ് മാസ്റ്റർ കണ്ടെത്താനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത്? അതിന് ബൊറൂട്ടോ പറയും എനിക്കറിയില്ല. പക്ഷെ ദൂരത്തായി ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ താഴെയുള്ള കാഴ്ചകൾ വളരെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ നമുക്കതിന് മുകളിൽ കയറി മാസ്റ്റർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ അടുത്ത നിമിഷം സാക്ഷാൽ ഷിനോ ആളിപ്പോ അവിടേക്ക് വന്ന് ആളുടെ ഇൻസെക്റ്റുകൾ ഉപയോഗിച്ച് ബൊറൂട്ടോയെയും മീറ്റ്സിയെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മീറ്റ്സിയ പറയും ബൊറൂട്ടോ മാസ്റ്ററുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നീ എത്രയും പെട്ടെന്ന് ആകാശ് മാസ്റ്ററെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവനിപ്പോ ലൈറ്റ്നിങ് പവറൊക്കെ ഉപയോഗിച്ച് ഷിനോയായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ മരത്തിന് മുകളിലേക്ക് കയറി. അപ്പം അവൻ കാണും തൊട്ട് മുകളിലായി അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാക്ഷാൽ കാക്കാഷി മാസ്റ്റർ. കാക്കാഷി അങ്ങനെ കറങ്ങി വന്ന് ബൊറൂട്ടോയെ ആഞ്ഞു ചവിട്ടി താഴേക്കിടും. പക്ഷെ അത് റിയൽ ബൊറൂട്ടോ അല്ല, അവന്റെ ക്ലൗണാണ്. റിയൽ ബൊറൂട്ടോ വീണ്ടും ഓരോ ഭാഗത്തൂടെ വന്ന് അദ്ദേഹത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മാസ്റ്റർ ആൻഗോ ആണെങ്കിൽ ചോച്ചോ ഈനോ ഷിക്കട അങ്ങനെ എല്ലാവരെയും ഫൈറ്റ് ചെയ്ത് വളരെ ദൂരേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ആൻഗോ ആണെങ്കിൽ സ്നേക്ക് പവർക്ക് ഉപയോഗിച്ച് ഷിക്കടയെ പിടിച്ചു വലിക്കും. പക്ഷെ അപ്പോഴേക്കും ഇവാബെ വന്ന് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ആ പാമ്പുകളെ അവറ്റകളെ മുഴുവനും ഒരു ബാരിയറിനകത്ത് അങ്ങനെ ലോക്ക് ചെയ്യുകയാണ്. ഇതാ ഇവിടെ മെയ്റ്റ്സിക്ക് അവന്റെ ബോഡിയിലാണെങ്കിൽ ഇപ്പൊ സെയ് ജിപ്സു പവർ അത് പുറത്തേക്ക് വരികയാണ്. മറ്റൊരു ഭാഗത്ത് സാറഡ
അവൾ അവളുടെ ശരീരം കണ്ണ് അത് ഓപ്പൺ ചെയ്ത് കൊനഹമാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവളെ വെട്ടിത്തെറിപ്പിച്ച് അങ്ങനെ തല്ലി താഴെയിടുകയാണ് സാക്ഷാൽ കൊനഹമാരു. അടുത്ത സെക്കൻഡ് ക്ലാസ് റെപ്പ് അവളാണെങ്കിൽ അവളുടെ പെറ്റിനെ ഉപയോഗിച്ച് മാസ്റ്റർ കൊനഹമാരുവിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കാക്കാഷി മാസ്റ്ററിനെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം ജെന്റിൽ ഫീസ്റ്റ് പവർ അതുപയോഗിച്ച് കാക്കാഷി മാസ്റ്റർ ഇട്ടിക്കാനായിട്ട് പാഞ്ഞടുക്കും. പക്ഷെ കാക്കാഷി ആള് സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും. അതേസമയം മീറ്റ്സിയ അവൻ ആ സേജ് പവർ ഉപയോഗിച്ച് ഷിനോ മാസ്റ്ററിന്റെ ചെസ്റ്റില് ആഞ്ഞിട്ടിക്കും. ആ ഒരു ഇടിയില് ചെസ്റ്റിലുള്ള റൗണ്ട് അതങ്ങനെ ബ്രേക്ക് ആവുകയാണ്. ഷിനോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ശരിക്കും നീ അടിപൊളിയാണ്. നീ ഒറോച്ചിമാറുവിന്റെ മകൻ തന്നെ. അവന്റെ എല്ലാ കഴിവും നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മീറ്റ്സിയ പറയും, എനിക്കറിയാം മാസ്റ്ററുടെ കയ്യിലുള്ള ചില ഇമ്പോർട്ടന്റ് ഇൻസെക്റ്റ് അതൊന്നും മാസ്റ്റർ എനിക്ക് നേരെ ഉപയോഗിച്ചിട്ടില്ല. അതിന് ഷിനോ ചിരിക്കും. അതെ, കാരണം നീ എൻ്റെ നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. ഒരു കാരണവശാലും അതൊന്നും ഞാൻ ഉപയോഗിക്കില്ല. കട്ട് ചെയ്താ ഇവിടെ കാക്കാഷി മാസ്റ്റർ പറയും, ബൊറൂട്ടോ നീ നിന്റെ ടീംമേറ്റ്സിനെ ഉപേക്ഷിച്ച് ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നതാണ് നീ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം. അടുത്ത നിമിഷം ബൊറൂട്ടോ അവന്റെ ക്ലൗൺസ് കൊണ്ട് കാക്കാഷി മാസ്റ്ററിനെ ഓരോ ഭാഗത്തു നിന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷെ അതും റിയൽ മാസ്റ്റർ അല്ല, മാസ്റ്ററുടെ ക്ലൗൺ ആണ്. കാക്കാഷി മാസ്റ്റർ കറങ്ങി തിരിഞ്ഞു വന്ന് ഇപ്പൊ ബൊറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ മടക്കി ലോക്കിയാണ്. ബൊറൂട്ടോയ്ക്ക് ഒന്നനങ്ങാൻ പോലും കഴിയാതെ അങ്ങനെ ലോക്കായി കിടക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.